العالمين حمدا طيبا مباركا جزيلا دائما بدوام ملكك يا ارحم الراحمين. لك الحمد ولك الشكر يا الله. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على سيدنا محمد سر الأسرار وترياق الغيار ومفتاح باب اليسار وسيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله وإفضاله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه وسلم كما تحب وترضى عدد ما تحب وترضى. صلاة ترضيك وترضيه وترضى بها أنا يا أرحم الراحمين. أرحم الراحماയ الملك الجبار ഖാലിഖായ റാസിഖായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടി നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇന്നലെയും മിനിഞ്ഞാന്നും ഇന്നുമായി വിവിധങ്ങളായ പരിപാടികളോടുകൂടി ഈ നാടിന്റെ വലിയ ആഘോഷമായി ഇവിടെ സമ്മേളിച്ചത് അല്ലാഹ് നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഓതിയ ഖുർആനുകൾ, ചൊല്ലിയ ദിക്റുകൾ, മൗലിദുകൾ, പറഞ്ഞത് കേട്ടത് ഇവിടെ ചെലവഴിക്കുന്നത് എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതൊക്കെ ഹബീബായ ഉപ്പാപ്പ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് സ്വീകരിക്കുന്ന രൂപത്തിലായി ഏറ്റെടുക്കണേ അല്ലാഹ്. ഇതിന്റെ കമിത്തിൽ സവാബ് അവിടുത്തെ ആബായിലും അസ്വാജിലും ഔലാദിലും എത്തിക്കണേ അല്ലാഹ്. മുഴുവൻ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, ആരിഫീങ്ങൾ, മഹാന്മാർ, മഹ്ദിമാർ, മശായിഖന്മാരെ ഹദറത്തുകളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. പരിസര പ്രദേശങ്ങളിൽ മറവട്ട് കിടക്കുന്ന മഹത്തുക്കളിൽ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങൾ സിയാറത്ത് ചെയ്ത മഹാന്മാരിൽ എത്തിക്കണേ അല്ലാഹ്. യാ റബ്ബ് യാ അല്ലാഹ്, അവരൊക്കെ ദറജ നീ ഉയർത്തണേ അല്ലാഹ്. മദദി മജ്ലിസിൽ നൽകണേ അല്ലാഹ്. ഈ ഒരുമിച്ച് കൂടി ഓരോരുത്തരിലും നൽകണേ അല്ലാഹ്. ഈ നാട്ടിൽ നൽകണേ അല്ലാഹ്. യാ റബ്ബ് യാ അല്ലാഹ് യാ റഹ്മാൻ യാ അല്ലാഹ്. ഈ മഹത്തായ മജ്ലിസിൽ ഒരുമിച്ച് കൂടി സഹായിച്ചവർ അല്ലാഹ്, ഇവിടെ 10,000, 5,000, 2,000, 1000 ചോദിച്ചപ്പോൾ ഏറ്റെടുത്തവരുണ്ട് അല്ലാഹ്. ഇതിന്റെയൊക്കെ വിജയത്തിന് വേണ്ടി കഴിഞ്ഞ വർഷവും ഈ വർഷവും ഒക്കെ ഓടി നടന്ന് കഷ്ടപ്പെട്ടവരുണ്ട് അല്ലാഹ്. പ്രവർത്തിച്ചവരുണ്ട് അല്ലാഹ്. സഹായിച്ചവരുണ്ട് അല്ലാഹ്. ഇതിനോടൊക്കെ സഹകരിച്ചവരുണ്ട് അല്ലാഹ്. എന്ത് ഖൈറായ മുറാദുകൾ അവരുടെ മനസ്സിന്റെ അകത്തലങ്ങളിലുണ്ടോ, ഹബീബായ അജ്മലുൽ ഖൽഖ് അക്മലുൽ ഖൽഖ് ഉപ്പാപ്പ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുക്കണേ അല്ലാഹ്. എല്ലാ ഹാജത്തുകളും പൂർത്തീകരിക്കണേ അല്ലാഹ്. വിഷമങ്ങൾ അകറ്റണേ അല്ലാഹ്. പ്രയാസങ്ങൾ ദൂരീകരിക്കണേ അല്ലാഹ്. സങ്കടങ്ങൾ നീക്കണേ അല്ലാഹ്. എത്രയോ രോഗികളുണ്ട് അല്ലാഹ്. ഈ സദസ്സിൽ രോഗങ്ങൾ പിടിപെട്ടവരുണ്ട് അല്ലാഹ്. ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ കടച്ചിലും ചൊറിച്ചിലും വേദനവും തളർവാദവും സംഭവിച്ചു പോയവരുണ്ട് അല്ലാഹ്. ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട് അല്ലാഹ്. പല സർജറികളും കഴിഞ്ഞവരുണ്ട് അല്ലാഹ്. മാരകമായ ക്യാൻസർ പിടിപെട്ടവർ ഞങ്ങൾ അഹ്ലുകാരിലുണ്ട് അല്ലാഹ്. യാ അല്ലാഹ്, ബ്രെയിൻ ട്യൂമർ അറ്റാക്ക് വന്നവർ, ഡയാലിസിസ് ചെയ്യുന്നവർ, യാ റബ്ബ് യാ അല്ലാഹ്, പൈൽസ്, സോറിയാസിസ്, തൈറോയിഡ്, വെരിക്കോസ്, പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അല്ലാഹ്. യാ അല്ലാഹ്, കണ്ണിന്റെ കാഴ്ചക്ക്, കാതിന്റെ കേൾവിക്ക്, സംസാരങ്ങൾക്ക് പോരായ്മകൾ സംഭവിച്ചവരുണ്ട് അല്ലാഹ്. യാ അല്ലാഹ്, അപസ്മാരം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് അല്ലാഹ്. ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുണ്ട് അല്ലാഹ്. യാ അല്ലാഹ്, മുഴുവൻ ലോകവും നൽകുന്നവൻ നീയാണ് അല്ലാഹ്. ശിഫയും നിന്റെ അടുക്കലാണ് അല്ലാഹ്. നിന്റെ ഹബീബായ ഉപ്പാപ്പ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മജ്ലിസിൽ നിന്നുകൊണ്ട് അവിടുത്തെ വസീലയാക്കി ഞങ്ങൾ ചോദിക്കുന്നു അല്ലാഹ്. യാ അല്ലാഹ്, അവരുടെയൊക്കെ രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളുടെയൊക്കെ രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാഹ്. എല്ലാവരുടെ രോഗങ്ങളും നീ ശിഫ നൽകണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. താങ്ങാൻ കഴിയാത്ത രോഗങ്ങൾ നൽകല്ല അല്ലാഹ്. പരീക്ഷണങ്ങൾ നൽകല്ല അല്ലാഹ്. പ്രയാസങ്ങൾ നൽകല്ല അല്ലാഹ്. കിടപ്പ് രോഗികളായി നീ ഞങ്ങളെ മാറ്റല്ല അല്ലാഹ്. നിത്യമായി മരുന്ന് കഴിക്കേണ്ട രോഗികളായി നീ ഞങ്ങളെ മാറ്റല്ല അല്ലാഹ്. യാ അല്ലാഹ്, ഞങ്ങൾക്ക് വലിയ ഹിഫ്ള് നൽകണേ അല്ലാഹ്. ഞങ്ങൾ ആരോഗ്യം സ്വന്തമായി സ്വന്തം അഅ്മാലുകളാൽ ജീവിതകാലം മുഴുവനും ധന്യമാക്കാൻ നിലനിർത്തണേ അല്ലാഹ്.
യാ റബ്ബ് യാ അല്ലാഹ് യാ റഹ്മാൻ യാ അല്ലാഹ് വിവിധങ്ങളായ ഹാജത്തുകൾ പറഞ്ഞവരുണ്ട് അല്ലാഹ് ദുആ കൊണ്ട് കടമപ്പെട്ടവരുണ്ട് അല്ലാഹ് വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യമായ ഖൈറായ ഇണകളെ നൽകണേ അല്ലാഹ് വർഷങ്ങളായി വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞിക്കാല് പോലും കാണാൻ കഴിയാതെ വലിയ സങ്കടത്തിൽ കഴിയുന്നവരുണ്ട് അല്ലാഹ് അക്മലുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുക്കണേ അല്ലാഹ് ഖൈറായ മക്കളെ നൽകണേ അല്ലാഹ് ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ് ഐബുകൾ കുറവുകളുള്ള മക്കളെ നൽകി പരീക്ഷിക്കല്ല അല്ലാഹ് യാ അല്ലാഹ് തന്ന മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ് ഖുർറത്ത് ഐനാക്കണേ അല്ലാഹ് യാ അല്ലാഹ് ഞങ്ങളെ സാത്തീർ ശുറക്കാ തലാമീദ് ഞങ്ങളെ മക്കൾ യാ അല്ലാഹ് ഒരുമിച്ച് കൂടിയവർ അവരെ മക്കൾ യാ അല്ലാഹ് നാഫിയായ ഇൽമു നൽകണേ അല്ലാഹ് ഉഖറവിയായ ഉലമാഇൽ മുതഅല്ലിമീങ്ങളിൽ മുഖ്ലിസീങ്ങൾ നീ ഖബൂലാക്കണേ അല്ലാഹ് യാ അല്ലാഹ് ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാഹ് ഉള്ള ജോലികളിൽ ജീവിതോപാധികളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ് വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന പ്രവാസികൾ അവർക്ക് ഖൈർ നൽകണേ അല്ലാഹ് നീ റഹ്മത്ത് നൽകണേ അല്ലാഹ് തുമഅനീനത്ത് നൽകണേ അല്ലാഹ് യാ അല്ലാഹ് നാട്ടിലേക്ക് വരാൻ വിദേശത്തേക്ക് പോകാൻ എല്ലാ വഴികളും നീ സഹലാക്കണേ അല്ലാഹ് കള്ളക്കേസുകളിൽ പെട്ടുപോയവർ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ് യാ റബ്ബ് യാ അല്ലാഹ് യാ റഹ്മാൻ യാ അല്ലാഹ് ഈ നാട്ടിൽ സമാധാനം നൽകണേ അല്ലാഹ് സൗഹാർദ്ദം നിലനിർത്തണേ അല്ലാഹ് സന്തോഷം നിലനിർത്തണേ അല്ലാഹ് വർഗീയത നൽകല്ല അല്ലാഹ് വിഭാഗീയത നൽകല്ല അല്ലാഹ് ഭിന്നത നൽകല്ല അല്ലാഹ് ചിത്രത നൽകല്ല അല്ലാഹ് ഐക്യം നിലനിർത്തണേ അല്ലാഹ് യാ റബ്ബ് യാ അല്ലാഹ് യാ റഹ്മാൻ യാ അല്ലാഹ് സാധുക്കളായി ഞങ്ങളെ എല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാഹ് ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമായ ധാരാളം പാകപ്പിഴവുകൾ ഞങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അല്ലാഹ് എല്ലാം ഞങ്ങൾ സമ്മതിക്കുന്നു അല്ലാഹ് നീ ഞങ്ങൾക്ക് അഫ്വ് നൽകണേ അല്ലാഹ് മാപ്പ് നൽകണേ അല്ലാഹ് പൊരുത്തപ്പെട്ടു തരണേ അല്ലാഹ് ആഖിറത്തിലേക്ക് ശിക്ഷിക്കാൻ ഒന്നും തന്നെ നീ നീക്കി വെക്കല്ല അല്ലാഹ് ഞങ്ങൾ ആയുസ്സിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ് ഞങ്ങൾ ആരോഗ്യത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ് ഞങ്ങളുടെ ഇൽമിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ് ഞങ്ങളുടെ കുടുംബങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ് ഞങ്ങളുടെ തലാമീദിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ് ഞങ്ങളുടെ സാത്തീദിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ് ഞങ്ങളുടെ രക്ഷിതാക്കളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ് ഞങ്ങളുടെ വീടുകളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ് ഞങ്ങളുടെ വാഹനങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ് ഞങ്ങളുടെ കൃഷികളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ് യാ അല്ലാഹ് ഞങ്ങളുടെ ഭാര്യമാരിൽ മക്കളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ് യാ അല്ലാഹ് ഞങ്ങളുടെ ഹറകാത്ത് സകനാത്ത് നിന്റെ റിളയിലാക്കണേ അല്ലാഹ് യാ റബ്ബ് യാ അല്ലാഹ് യാ റഹ്മാൻ യാ അല്ലാഹ് മരണം വരെ ഹഖായ നിന്റെ ദീനിനു വേണ്ടി ഇഖ്ലാസോടെ ഖിദ്മത്ത് ചെയ്യാൻ ആഫിയത്തും തൗഫീഖും ഇൽമും ഹിക്മത്തും ഹിമ്മത്തും നീ ഏറ്റി തരണേ അല്ലാഹ് യാ റബ്ബ് യാ അല്ലാഹ് യാ റഹ്മാൻ യാ അല്ലാഹ് ഒരുപാട് രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ് പാലക്കാടിൽ എന്റെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരന്റെ മകന് നാളെ വലിയൊരു ടെസ്റ്റ് ഉണ്ട് അല്ലാഹു നീ അനുകൂലമാക്കണേ അല്ലാഹ് നീ റാഹത്തിലാക്കണേ അല്ലാഹ് യാ അല്ലാഹ് മാരക രോഗങ്ങൾ ഞങ്ങൾക്കാർക്കും ഞങ്ങളുടെ അഹ്ലുകാർ ഞങ്ങളുടെ രക്ഷിതാക്കൾ ഞങ്ങളുടെ സ്നേഹികൾക്ക് നൽകല്ല അല്ലാഹ് യാ അല്ലാഹ് പെട്ടെന്നുള്ള മരണങ്ങൾ തൊട്ട് കാക്കണേ അല്ലാഹ് അപകട മരണങ്ങൾ തൊട്ട് കാക്കണേ അല്ലാഹ് അക്രമ കൊലപാതകങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ് വർഗീയ സംഘർഷങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ് യാ റബ്ബ് യാ അല്ലാഹ് ജീവിക്കുന്ന കാലം നിന്റെ പൊരുത്തത്തിലായി സയ്യിദുനാ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആത്മാർത്ഥമായി മഹബ്ബത്ത് വെച്ച് അവിടുത്തെ ഇത്തിബാ ചെയ്ത് അവിടുത്തെ പൊരുത്തമുള്ള ഒരു ജീവിതം നൽകണേ അല്ലാഹ് യാ റബ്ബ് യാ അല്ലാഹ് യാ റഹ്മാൻ യാ അല്ലാഹ് എത്രയോ തവണ മദീനയിൽ ഞങ്ങൾക്ക് പോകണം അല്ലാഹ് നീ തൗഫീഖ് നൽകണേ അല്ലാഹ് ഒരു മുഹമ്മദ് യാസീൻ എന്ന പൊന്നമോൻ മദീന എത്താൻ ആഗ്രഹിച്ചു അല്ലാഹ് അതുപോലെ സാധുക്കളായി ഞങ്ങളൊക്കെ ആ മദീനത്തെ മണ്ണിലെത്തണമെന്ന അതിയായി കൊതിക്കുന്നവരാണ് അല്ലാഹ് ഒരു തവണ പോലും അവിടെ എത്താത്തവരുണ്ട് അല്ലാഹ്
അവർക്ക് നീ വിധി കൂട്ടണേ അല്ലാ. മിസ്കീന്മാരായ ഞങ്ങൾ ഒരുപാട് തവണ അവിടെ എത്താൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. പരിശുദ്ധമായ ഹജ്ജ് ഉംറ സിയാറത്തുകൾ തൗഫീഖ് ഏറ്റി തരണേ അല്ലാ. ആ പച്ച കുബ്ബ കൺകുളിർക്ക കാണാൻ ഹിജ്റത്തു ശരീഫയുടെ ചാരത്തുകെല്ലാം അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി യാ റസൂലല്ലാഹ്. അനവധി നിരവധി തവണ പറയാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ അല്ലാഹ്. യാ റബ്ബ് യാ അല്ലാഹ്. അവിടുത്തെ യഥാർത്ഥ ആശീർവാദങ്ങളാക്കണേ അല്ലാഹ്. അവിടുത്തെ കുറിച്ച് വാനോളം പുകഴ്ത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ഏറ്റി തരണേ അല്ലാഹ്. യാ റബ്ബ് യാ അല്ലാഹ് യാ റഹ്മാൻ യാ അല്ലാഹ്. ഈ മഹത്തായ മജ്ലിസ് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. 3 ദിവസങ്ങളിലായി ഈ മഹത്തായ മജ്ലിസ് നടക്കുമ്പോ ഇതിനു വേണ്ടി സഹായിച്ചവരുണ്ട്, പ്രവർത്തിച്ച കമ്മിറ്റി ഭാരവാഹികൾ, നേതൃത്വം നൽകിയ ഉസ്താദുമാർ, ഇതിനെ ചേർത്ത് പിടിച്ച ഈ നാട്ടിലെ പ്രിയപ്പെട്ട ഉപ്പമാരുമ്മമാർ, സഹോദര സഹോദരിമാർ, അതുപോലെ തന്നെ ഒരുപാട് നാട്ടുകാർ, എല്ലാവരിലും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. നീ ഖൈർ നൽകണേ അല്ലാഹ്. നീ സന്തോഷം നൽകണേ അല്ലാഹ്. ഒത്തിരി കടബാധ്യതകളുണ്ട് റബ്ബേ. വീട്ടാനുള്ള ഖൈറിന്റെ ബാബുകൾ നീ തുറന്നു തരണേ അല്ലാഹ്. ബാധ്യതകളോടെ മൂത്താക്കല്ല അല്ലാഹ്. അവസാനം മരിക്കുന്ന സമയം നസൂഹായ തൗബക്ക് ശേഷം ഖൈറായ സ്ഥലത്ത് ബാധ്യതകൾ തീർത്തതിനു ശേഷം ഖൈറുമായി ബന്ധപ്പെടുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ചുകൊണ്ട് തപസ്സുമിലായുള്ള മൗത്ത് നൽകണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണേ അല്ലാഹ്. അത്യാഗ്രഹമാണെങ്കിലും യാ അല്ലാഹ് ഞങ്ങൾക്ക് ജന്നത്തുൽ ബഖീർ നൽകണേ അല്ലാഹ്. അവിടെ ഒരിടം തരണേ അല്ലാഹ്. അതിന് പറ്റുന്ന രൂപത്തിൽ ഞങ്ങളെ പാകപ്പെടുത്തണേ അല്ലാഹ്. യാ അല്ലാഹ് ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, ഇഷ്ടജനങ്ങൾ, കൂട്ടുകുടുംബാദികൾ, അയൽവാസികൾ, ഭക്ഷണം തന്നവർ, വസ്ത്രം നൽകിയവർ, സഹായം നൽകിയവർ, അല്ലാഹ് ഇവിടെ സഹായങ്ങൾ ഏറ്റെടുത്തവർ, യാ അല്ലാഹ് അതുപോലെ മഹാനായ മൂസ ഉസ്താദ് ഉൾപ്പെടെ അല്ലാഹ് നാട്ടിന്റെ ദീനിയായ പ്രവർത്തനങ്ങളിൽ മുൻകാലങ്ങളിൽ നേതൃത്വം നൽകിയ ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ മുഅ്മിനീങ്ങൾ, അല്ലാഹ് മുഅ്മിനാത്തുകൾ, അതുപോലെ ഈ വിനീതന്റെ ദർസിലേക്ക്, സ്ഥാപനത്തിലേക്ക്, മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി യാ അല്ലാഹ് ചെറിയ 5ഉം 10ഉം 15ഉം 20ഉം 30ഉം 100ഉം 50,000ഉം 10,000ഉം ഒക്കെ ആയി നൽകുന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ എല്ലാവരുടെ അഹ്ലികാൽ നിന്നും വിട്ടുപിരിഞ്ഞു പോയവരുടെ ഖബറിലേക്ക് ഇതൊക്കെ ഈനാസായി നൽകണേ അല്ലാഹ്. മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. മർഹമത്ത് നൽകണേ അല്ലാഹ്. ബർസഖ് ജീവിത സന്തോഷത്തിലാക്കണേ അല്ലാഹ്. സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. അവർക്ക് ഞങ്ങൾക്ക് സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. നരകം ഹറാമാക്കണേ അല്ലാഹ്. നരകം ഹറാമാക്കണേ അല്ലാഹ്. യാ അല്ലാഹ് ഞങ്ങളൊക്കെ ദുനിയാവിലും ആഖിറത്തിലും ഫായിസീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അർഹമുർ-റഹീമായ അല്ലാഹ് ഞങ്ങളിങ്ങനെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുമ്പോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ പ്രതിസന്ധികളുണ്ട് അല്ലാഹ്. ഇന്ന് മീഡിയയിൽ ഞങ്ങൾ കാണുന്ന ദോഹയിൽ വലിയ പ്രതിസന്ധി ഇസ്രായേൽ സൃഷ്ടിച്ചു എന്ന്, അതുപോലെ തന്നെ ഗസയിലെ പാവപ്പെട്ട ഞങ്ങൾ സഹോദര സഹോദരിമാർ ഉൾപ്പെടെ എത്ര കാലമായി അല്ലാഹ് വലിയ രൂപത്തിൽ അക്രമം ഏറ്റുവാങ്ങുന്നത് അല്ലാഹ്. ഈ മഹത്തായ റബീഉൽ അവ്വലിന്റെ ബറക്കത്ത് കൊണ്ട് ആ സമൂഹത്തിന് നീ മോചനം നൽകണേ അല്ലാഹ്. നീ മോചനം നൽകണേ അല്ലാഹ്. നീ മോചനം നൽകണേ അല്ലാഹ്. പ്രയാസപ്പെടുത്തുന്ന ഭരണാധികാരികൾ അല്ലാഹ് അവർക്ക് നീ മനസ്സിന് അലിവ് നൽകണേ അല്ലാഹ്. യാ അല്ലാഹ് ഇല്ലായെങ്കിൽ ആ ധിക്കാരികളെ നീ പാഠം പഠിപ്പിക്കണേ അല്ലാഹ്.
നീ ആ സമൂഹത്തിന് സലാമത്തിനായ എല്ലാ വഴികളും തുറന്ന് അക്രമികൾ പാടെ പരാജയപ്പെടുത്തണേ അല്ലാഹ്. യാ അല്ലാഹ്, ഞങ്ങൾക്കെല്ലാം നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകണേ അല്ലാഹ്. രാപ്പകലില്ലാത്ത യാത്രക്കാരാണ്, അപകട മുസീബത്തുകളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഒരു റോട്ടിലും ചിന്നിച്ചേറി കിടക്കേണ്ടവരക്കല്ല അല്ലാഹ്, ഐസിയുലും വെന്റിലേറ്ററിലും അക്കല്ല അല്ലാഹ്, ആരുമാരുമില്ലാതെ മോർച്ചറിയിൽ തിരിച്ചറിയാത്ത ശരീരങ്ങളാക്കല്ല അല്ലാഹ്. സാധുക്കളായ ഞങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഈ മജ്ലിസ് കബൂലാക്കണേ അല്ലാഹ്. ഈ സ്ഥലം അനുവദിച്ചു തന്നവർ അവർക്ക് നീ ഖൈർ നൽകണേ അല്ലാഹ്, നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഏറ്റെടുക്കണേ അല്ലാഹ്, നീ ഹായിബാക്കല്ല അല്ലാഹ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട അബ്ദുസ്സമദ് അമാനി ഉസ്താദ് അല്ലാഹ് പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അല്ലാഹ് നിന്റെ ഹബീബായ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിന് വേണ്ടി ഖിദ്മത്ത് ചെയ്ത് അത്ഭുതകരമായ ആഫിയത്തോടെ ജീവിതത്തിൽ സമയം മാറ്റിവെക്കുന്നു. ഇപ്പോഴും പ്രതിസന്ധിയുണ്ട് അല്ലാഹ്, നിർണായകരമായ വലിയൊരു സർജറി ഉണ്ട്, സഹിലാക്കണേ അല്ലാഹ്, എളുപ്പമാക്കണേ അല്ലാഹ്, ഒരു വിഷമവും നൽകല്ല അല്ലാഹ്. അതുപോലെ അഭിമന്യരായ അബ്ദുർ റഷീദ് ഖാഫി അലങ്ങൾ ഉസ്താദ് അല്ലാഹുവേ നീ ശിഫ നൽകണേ അല്ലാഹ്, നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്, നീ എല്ലാം റാഹത്തിലാക്കണേ അല്ലാഹ്. യാ റബ്ബ് യാ അല്ലാഹ് യാ റഹ്മാൻ യാ അല്ലാഹ്. സാധുക്കളായി നിങ്ങൾ ഈ പാതിരാ സമയം വരെ മജ്ലിസുൽ അമീൻ പറഞ്ഞവർ, ഇവിടെ ദുആയിൽ പങ്കെടുത്തവർ, ഇവിടുത്തെ പരിപാടികളിൽ പങ്കെടുത്തവർ, ആദരണീയരായ സദാത്തുക്കൾ, ഉസ്താദുമാർ, മുഖ്ലിസീങ്ങളായ ഉപ്പമാർ, ഉമ്മമാർ, സഹോദര സഹോദരിമാർ എല്ലാവരെയും നീ ഏറ്റെടുക്കണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.